ഒരു PG കഴിഞ്ഞ് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാതെ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒപ്പമുള്ളവരെല്ലാവരും സെറ്റിൽഡായി നിൽക്കുമ്പോൾ അത് നമ്മളെ നെഗറ്റീവ്ലി ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. വാശിക്ക് പഠിച്ചുകൊണ്ട് ആണ് ഇത്രയും ലിസ്റ്റിലൊക്കെ കയറിയത്. എയ്സിൻ്റെ പുതിയൊരു സക്സസ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അസീർ. ഒരുപാട് വർഷത്തെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി ASM എക്സാം ക്രാക്ക് ചെയ്ത് ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ വലിയൊരു കൺഗ്രാറ്റ്സ്. താങ്ക്സ്. അപ്പോൾ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് അസീർ, എൻ്റെ വീട് കണ്ടാലപ്പറ്റയാണ്. ഞാൻ ഏകദേശം 3 വർഷത്തോളമായി PSC ഫീൽഡിലുണ്ട്. നിലവിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ആയിട്ടാണ്. PG കഴിഞ്ഞ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടും അത് പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും ഇപ്പോൾ ഗവൺമെൻറ്റിലാണെങ്കിലും ഇപ്പോൾ ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയാതെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ സാർ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ജോബ് മാത്രം ചൂസ് ചെയ്ത് ഈ ഒരു PSC പഠനത്തിലേക്ക് ഇറങ്ങിയത്? ആക്ച്വലി PSC എന്നത് എൻ്റെ ഒരു ഓപ്ഷനേ ആയിരുന്നില്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞു, അതിന് ശേഷം PG എടുത്തു. PG കഴിഞ്ഞപ്പോഴാണ് ഇനി ലൈഫിൽ എന്ത് എന്നുള്ളൊരു ചോദ്യം വന്നത്. അപ്പോൾ B.Ed ചെയ്യണോ അതോ എന്തെങ്കിലും ജോലി സംബന്ധമായ എന്തെങ്കിലും പഠിക്കണോ, അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി PSC ഫീൽഡിലുള്ളവരായിരുന്നു. അപ്പോൾ എന്നാൽ അവരുടെ കൂടെ PSC എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാട്ടിലൊക്കെ അന്വേഷിച്ചപ്പോൾ അത്യാവശ്യം ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ നാട്ടിലുണ്ട്. അപ്പോൾ അവരോട് എങ്ങനെ പഠിക്കണം എന്നുള്ളത് അന്വേഷിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് എയ്സിൻ്റെ പേരാണ്. അപ്പോൾ അങ്ങനെ എയ്സ് ചൂസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ എയ്സിനോടൊപ്പമുള്ള ആ ഒരു സ്റ്റഡി ജേണി, അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ എയ്സിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് PSCയുടെ എക്സാമിൻ്റെ പാറ്റേണിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിന് എങ്ങനെ പഠിക്കണമെന്നോ എന്ത് പഠിക്കണമെന്നോ ഒരു പ്രത്യേകിച്ചൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എയ്സിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് അതിനൊരു ബേസ് ഉണ്ടാക്കി തന്നത് എയ്സാണ്. ഈ ബേസ് ഫോർമേഷനിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എയ്സിലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ്. അതുപോലെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒന്നായിരുന്നു എയ്സിൻ്റെ എക്സാമുകൾ എന്ന് പറയുന്നത്. അതിപ്പോൾ ടോപ്പിക് എക്സാം ആയാലും മോഡൽ എക്സാം ആയാലും വളരെ ഉപകാരമുള്ള ഒന്നായിരുന്നു. ടോപ്പിക് എക്സാം എന്ന് പറഞ്ഞാൽ ആ ആഴ്ച എടുത്ത ടോപ്പിക്കിനെ ബേസായിട്ട് ചെയ്തിട്ടായിരുന്നു എക്സാമുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഒരു ഏരിയ സ്ട്രോങ് ആക്കാൻ അതെന്നെ നല്ലോണം സഹായിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന ഘടകമാണ് എയ്സിൻ്റെ റീഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അത് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ, ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് പഠിക്കാനൊക്കെ അത് വളരെ ഉപകാരമായിരുന്നു. ഞാൻ എക്സാമിനോട് അടുപ്പിച്ച് ഇവിടെ സ്റ്റേ ചെയ്തിട്ടൊക്കെ ആയിരുന്നു പഠിച്ചിരുന്നത്. പിന്നെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് എയ്സിൻ്റെ മെറ്റീരിയൽസൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള മെറ്റീരിയൽസ് ആയിരുന്നു. ഇനിയിപ്പോൾ പുതിയൊരു മെറ്റീരിയൽ SCERTൻ്റെ ഒരു മെറ്റീരിയലൊക്കെ ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ എയ്സിൻ്റെ മെറ്റീരിയൽസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു മെറ്റീരിയലാണ്. PSCയുടെ പുതിയ പാറ്റേണിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാക്കിയിട്ടാണ് എയ്സ് അതിനൊരു രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവരെ പോലെ തന്നെ എന്നെയും ഒരുപാട് എക്സാം ക്രാക്ക് ചെയ്യാൻ സഹായിച്ചത് എയ്സിൻ്റെ ഈ കോഴ്സ് സ്ട്രക്ചർ അല്ലെങ്കിൽ എയ്സിൻ്റെ ഈ ഒരു സിസ്റ്റമാണ്. നമുക്കറിയാം, ഈ ഗവൺമെൻറ് ജോബ് നോക്കുന്നവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ സാറിനും അതെ, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിൽ നിന്നാണെങ്കിലും നാട്ടിൽ നിന്നാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ഈ ഒരു PSC പഠനം മാത്രം നോക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ എങ്ങനെയാണ് തരണം ചെയ്തത്? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ PSC ഫീൽഡിൽ എനിക്ക് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ അതിനെപ്പറ്റി പ്രത്യേകിച്ച് ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു ബേസ് ഫോം ചെയ്യാൻ അത്യാവശ്യം സമയമെടുത്തു. അപ്പോൾ ഈ ഒരു PG കഴിഞ്ഞ് അത്യാവശ്യം ഏജായി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഐഡിയ ഇല്ലാതെ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒപ്പമുള്ളവരെല്ലാവരും സെറ്റിൽഡായി നിൽക്കുമ്പോൾ അത് നമ്മളെ നെഗറ്റീവ്ലി ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന്, ഫാമിലിയിൽ നിന്നായാലും റിലേറ്റീവ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ ഒരു ചോദ്യം, ഇത് എന്താകും, ഇത് കിട്ടുന്നില്ലൊരു ഉറപ്പ് പ്രത്യേകിച്ച് പറയാൻ സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇതിനൊക്കെ ഒരു സെൽഫ് മോട്ടിവേഷൻ എന്നുള്ള രൂപത്തിൽ കണ്ടുകൊണ്ട് ഒരു വാശിക്ക് പഠിച്ചുകൊണ്ട് ആണ് ഇത്രയും ലിസ്റ്റിലൊക്കെ കയറിയത്. അപ്പോൾ ഈ ജേണിയിൽ മോക്ക് ടെസ്റ്റ്, അതുപോലെ റിവിഷൻ, ഇതിനൊക്കെ എത്രത്തോളം പ്രാധാന്യം കൊടുത്തു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയായിരുന്നു? ഏതൊരു PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെയും പോലെ എന്നെയും വളരെയധികം സഹായിച്ച ഒന്നാണ് മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ റിവിഷനും. എയ്സിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമുള്ള ഒന്നായിരുന്നു.
നമുക്ക് ഒരു എക്സാക്ട്ലി എങ്ങനെയാണോ PSC എക്സാം നടത്തുന്നത് അതുപോലെ ഒരു അന്തരീക്ഷത്തിലിരുന്ന് എക്സാം എഴുതാൻ സാധിക്കുന്നത് കൊണ്ട് ആ ഒരു എക്സാം ഹാളിൽ സംഭവിക്കാവുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് എല്ലാം ഓവർകം ചെയ്യാൻ എയ്സിൻ്റെ മോഡൽ എക്സാം ആയാലും ടോപ്പിക് എക്സാം ആയാലും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഈ റിവൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എയ്സിൻ്റെ ഈ ടോപ്പിക് എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ മോഡൽ എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു വീക്കിലെടുത്ത ക്ലാസ് മുഴുവൻ നമ്മൾ റിവൈസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഭാഗമൊക്കെ കറക്റ്റായിട്ട് പഠിക്കാൻ ഈ ഒരു എക്സാമുകൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പഠനത്തിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ കറക്റ്റായിട്ട് ഡെയിലി ഓരോ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഇത്ര പോർഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത്രയും സാധനം എനിക്ക് പെൻഡിങ് ഉണ്ടെന്ന് ഉള്ളൊരു തോന്നലിങ്ങനെ വരുമ്പോൾ ഉറങ്ങുന്നതിനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിങ്ങാണ്ട് ആ ടൈം ടേബിൾ ആ ഒരു ദിവസം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഉറങ്ങിയിരുന്നുള്ളൂ. അതെൻ്റെ പഠനത്തിൽ വളരെ സഹായിച്ച ഒന്നായിരുന്നു. പിന്നെ എയ്സിലെ ക്ലാസ് കഴിഞ്ഞ് ബാച്ച് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാനും എൻ്റെ 2-3-4 ഫ്രണ്ട്സും ഞങ്ങൾ ഒരു റൂം എടുത്തുകൊണ്ട് അവിടെ ഇരുന്ന് ഗ്രൂപ്പ് സ്റ്റഡി ചെയ്തിട്ടായിരുന്നു പഠിച്ചിരുന്നത്. അത് എൻ്റെ റാങ്കുകൾ നിർണ്ണയിക്കുന്നതിൽ വലിയൊരു ഘടകമായി തന്നെ അത് മാറിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ജേണിയിൽ സെൽഫ് ഡൗട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ സാറിനെ സപ്പോർട്ട് ചെയ്തത് ആരായിരുന്നു? ഏറ്റവും കൂടുതൽ സപ്പോർട്ടിങ് സിസ്റ്റം ആയിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? സെൽഫ് ഡൗട്ട് തോന്നിയ സന്ദർഭങ്ങൾ ലൈഫിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഡ്രീം ജോബ് എന്ന് പറയുന്നത് LD ആയിരുന്നു. അപ്പോൾ LDക്ക് വേണ്ടിയാണ് ഞാൻ PSCക്ക് ഇറങ്ങിയത്. അപ്പോൾ ആ LDക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ ഒരു എക്സാമിൽ സപ്ലിയിലായിപ്പോയി. അപ്പോൾ അതിന് ശേഷം വന്ന ലിസ്റ്റാണ് ഇപ്പോൾ ഞാൻ നിലവിൽ ജോലി ചെയ്യുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. പിന്നെ ഒരു ഹെൽത്തിലെ ഫീൽഡ് വർക്കറൊക്കെ ഉണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എക്സാം കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി ഉള്ളവരെ അതിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെട്ടു ഓട്ടോമാറ്റിക്കലി. അതിനുശേഷം ഞാൻ എഴുതിയ എക്സാമുകളിൽ ഭൂരിഭാഗം എക്സാമുകളും ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ എക്സൈസ് ആയാലും CPO ആയാലും ഫയർമാൻ ആയാലും പ്രിസൺ ആയാലും ബീറ്റ് ഫോറസ്റ്റ് അങ്ങനെ ഒരുപാട് എക്സാമുകൾ ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റത്തെ CPOയിൽ ഫിസിക്കലി 4 ഐറ്റം പാസ്സായി, 5ാമതൊരു ഐറ്റം കൂടി പാസ്സാവാൻ സാധിച്ചില്ല. അപ്പോൾ അത് ഫെയിലിയറായി. അതിനുശേഷം ഞാൻ എഴുതിയ ഒരുവിധം എക്സാമുകളിലെല്ലാം ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഭൂരിഭാഗവും ഫോഴ്സ് ആയിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ CPO ഞാൻ ഫിസിക്കലി അറ്റൻഡ് ചെയ്തപ്പോൾ 4 ഐറ്റമേ എനിക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ. ഒരു 5 ഐറ്റം പാസ്സാവേണ്ടതുകൊണ്ട് അതിൽ നിന്നും ഞാൻ ഔട്ടായി. അപ്പോൾ പിന്നെ അടുത്തുണ്ടായിരുന്നത് ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെറിയ ഇഞ്ചുറി വന്നുകൊണ്ട് അപ്പോൾ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ അടുത്തത് എക്സൈസ് ഉണ്ടായിരുന്നപ്പോൾ ഈ ഇഞ്ചുറിൻ്റെ എഫക്റ്റ് അന്നും മാറിയിട്ടില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഒരുവിധം എല്ലാ ഫോഴ്സും എക്സാം ഞാൻ ക്രാക്ക് ചെയ്തിരുന്നു. പിന്നീട് അങ്ങനെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. ഈ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടത് എന്നെ ഓവർകം ചെയ്യാൻ സഹായിച്ചത് ഒബ്വിയസ്ലി എൻ്റെ ഫാമിലിയാണ്. ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സിൻ്റെ മോട്ടിവേഷനും പിന്നെ എയ്സിൽ നിന്നും അത്യാവശ്യം നല്ല സപ്പോർട്ട് ലഭിച്ചിരുന്നു. ഇതൊക്കെ എനിക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഓവർകം ചെയ്യാൻ ഒരു വിധം എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ PSC ആസ്പിറൻസിനും അതുപോലെ ഇനി ഫ്യൂച്ചറിൽ PSC ചൂസ് ചെയ്യുന്നവർക്കും സാറിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്? ഈ PSC പഠനത്തിൽ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ 100% നിങ്ങൾക്കതിൽ റിസൾട്ട് കിട്ടും. ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ PSC പഠനത്തിലേക്ക് ഇറങ്ങിയ എല്ലാവരും തന്നെ ജോലിയിൽ കയറിയിട്ടുണ്ട്. ഞാനടക്കം ഒരു 10-20ഓളം ആളുകൾ നിലവിൽ അവിടെ സർവീസിൽ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും, റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ 100% റിസൾട്ട് കിട്ടും എന്നുള്ളതിനൊരു തെളിവാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് LDCയും LGSും ഒക്കെയാണ്. അപ്പോൾ ഈ വർഷം ലാസ്റ്റിലൊക്കെ അതിന് നോട്ടിഫിക്കേഷൻ വരേണ്ടതാണ്. അപ്പോൾ അതിന് തയ്യാറെടുക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ അതിന് മുൻപ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് പുതിയ SCERT ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ്ലി നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ രണ്ടാമതായി 2021 മുതൽ നിങ്ങളുടെ എക്സാം നടക്കുന്നത് വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി പഠിച്ചിരിക്കണം. കാരണം PSC ഈ പുതിയ പാറ്റേൺ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം PSC ഇന്നേ വരെ സിലബസ് മാറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സിലബസ് വെച്ചാണ് ഇത്രയും കാലം PSC എക്സാം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു പുതിയൊരു ക്വസ്റ്റ്യൻ അവർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് പുതിയ SCERT എന്നായിരിക്കും. അപ്പോൾ ഇത് നിലവിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരാനാണ് ഇനി ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ പുതിയ SCERTയിൽ നിന്നോ ആയിരിക്കാം ക്വസ്റ്റ്യൻ വരാൻ ചാൻസ്. അതുപോലെ തന്നെ PSC പഠനത്തിലെ വലിയൊരു ഘടകമാണ്
കൺസിസ്റ്റൻസി ആയാലും അതുപോലെ തന്നെ റിവിഷൻ ആയാലും ചില ആളുകൾക്ക് പെട്ടെന്ന് ഒരു 2-3-4 മാസം കൊണ്ടൊക്കെ ജോലി കിട്ടും. ചിലർക്ക് അതൊരു 3-4 വർഷമൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിഗ്രി എടുക്കണമെങ്കിൽ തന്നെ 3 വർഷത്തോളം അതിനുവേണ്ടി ചിലവഴിക്കണമല്ലോ. അപ്പോൾ ഒരു ജോലി സംബന്ധമായിട്ട് ഉള്ളൊരു കാര്യത്തിന് നമ്മളൊരു 2 വർഷമൊക്കെ അതിന് എഫേർട്ട് ഇടുന്നതിൽ നഷ്ടം ഉണ്ടാവില്ല. കാരണം നമ്മൾ ലൈഫ് ലോങ് ഒരു ലൈഫ് സെറ്റാവാൻ പറ്റിയൊരു ജോലിയാണല്ലോ ഗവൺമെൻറ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ പഠിക്കുന്ന എല്ലാവരും കറക്റ്റായിട്ടൊരു റിവൈസ് ചെയ്ത് പഠിക്കുക, പഠനത്തിൽ ഗ്യാപ്പ് ഇടാതിരിക്കുക, സ്ഥിരമായിട്ട് പഠിക്കുക. ഒരു റാങ്ക് ലിസ്റ്റ് കയറുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുന്നത് വരെ കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇടാതിരിക്കുക. പിന്നെ പഠിച്ച സാധനം റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പഠിക്കുക. പിന്നെ ഒരുപാട് നെഗറ്റീവ് ആളുകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് തന്നെ മനം മടുക്കുന്ന ചോദ്യങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ അതിനൊന്നും വകവെക്കാതെ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് പഠിച്ചു പോവുക. അത്യാവശ്യം സമയം എടുത്താലും ഒരിക്കലും നിങ്ങൾക്ക് ഇത് കിട്ടാതിരിക്കില്ല. നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്താൽ എത്രത്തോളം എഫേർട്ട് എടുക്കണോ അത്രത്തോളം നിങ്ങൾക്ക് നേരത്തെ ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് ഇനി PSC പഠിക്കാൻ വരുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്ക് എനിക്ക് കൊടുക്കാനുള്ള അഡ്വൈസ്. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഇൻസ്പയറിംഗ് ജേണി ആയിരുന്നു. ഈ ASM എന്നത് താങ്കളുടെ ഔദ്യോഗിക ജീവിതത്തിലേക്കുള്ള വലിയൊരു തുടക്കമാവട്ടെ. അതുപോലെ ഭാവിയിൽ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.